നമസ്കാരം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ടെന്നാണ്. എന്നാൽ പീഡനാരോപണം രാഹുൽ നിഷേധിക്കുന്നുമുണ്ട്. ബലാത്സംഗം ചെയ്യുകയോ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും ഹർജിയിൽ പറയുന്നു. കൂടാതെ പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുലിന്റെ ഹർജിയിൽ പറയുകയാണ്. ഹർജി കോടതി ഇന്ന് പരിഗണിക്കുവാനുള്ള സാധ്യത കുറവാണെന്നാണ് വിവരം. കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും. ഡിസിപിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം. ഉത്തരവ് വൈകുന്നേരം ഇറങ്ങുമെന്നാണ് വിവരം. തിരുവനന്തപുരം റൂറൽ മേഖലയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള നേമം സ്റ്റേഷൻ പോലീസിലാണ് കുറ്റകൃത്യം നടന്നത് എന്നുള്ളതുകൊണ്ടാണ് നേമം സ്റ്റേഷനിലേക്ക് എഫ്ഐആർ കൈമാറിയിരിക്കുന്നത്. നേമം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ചു അന്വേഷണം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി ആയിരിക്കും ഉത്തരവ് പുറത്തിറക്കുക. രാഹുൽ മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ട്. ആ ഒരു വിവരങ്ങൾ തനിക്കറിയാം. ഇനി ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. അതിനാലാണ് പരാതിയുമായി മുന്നോട്ട് വന്നതെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയിലെ ഈ പരാമർശത്തിൽ പോലീസ് വിവരങ്ങൾ തേടും. സൈബർ അധിക്ഷേപത്തിൽ അന്വേഷണം നടത്തും. അതിജീവിതക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെയും അന്വേഷണം നടത്തും. വനിതാ അഭിഭാഷക ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട്. ഗർഭഛിദ്രം നടത്തുവാൻ രാഹുൽ സുഹൃത്ത് വഴി ഗുളിക എത്തിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിച്ചതെന്നും ഗുളിക കഴിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചതെന്നും പരാതിക്കാരി പറയുന്നു. ആശുപത്രിയെയും ഡോക്ടറെയും പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞു. രാഹുലിനെ കണ്ടെത്തുവാനുള്ള അന്വേഷണമാണ് തുടങ്ങിയിരിക്കുന്നത്. രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപാരിക്കായും പോലീസ് അന്വേഷണം നടത്തുകയാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മേൽനോട്ട ചുമതല. അതേസമയം രാഹുൽ കേരളം വിട്ടുവെന്നാണ് സൂചന. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫിലാണ്. രാഹുലിനെ തേടി പാലക്കാടും പത്തനംതിട്ടയിൽ പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. യുവതിക്ക് ഗർഭഛിദ്ര ഗുളികകൾ എത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്തിനായും പോലീസ് അന്വേഷണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തെന്ന ആരോപണത്തിൽ കാര്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ അവരുടേതായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ജനം അത് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശരിയായ നിലപാട് ജനം സ്വീകരിക്കും. രാഹുൽ രാജിവെക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. രാജി ആവശ്യപ്പെടുവാനുള്ള ധാർമ്മികത അവർ കാണിക്കില്ല. അത്ര ധാർമ്മികതയെ അവർക്കുള്ളുവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താന് ഭീഷണിയുമായി K സുധാകരന്റെ വിശ്വസ്തൻ രംഗത്ത്. ഉണ്ണിത്താൻ തലമറന്ന് എണ്ണ തേക്കരുത്. തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരും. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു K സുധാകരന്റെ വിശ്വസ്തൻ ജയന്ത് ദിനേശിന്റെ പ്രതികരണം. സദാചാര പ്രശ്നത്തിൽ ഉണ്ണിത്താനെ ആക്രമിച്ചപ്പോഴും സുധാകരന് സംരക്ഷണം ഒരുക്കിയിരുന്നു. പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല സുധാകരന്റെ സംരക്ഷണം. രാഹുലിനെ ആക്രമിക്കുമ്പോഴും അങ്ങനെ തന്നെ. PJ കുര്യൻ സാറിനെയും ശശി തരൂരിനെയും ഇതുപോലെ വേട്ടപ്പട്ടികൾ ആക്രമിക്കാൻ വന്നപ്പോൾ ആദ്യം കവചം തീർത്തത് K സുധാകരൻ തന്നെയാണ്. ഇപ്പോൾ ആ കേസുകളൊക്കെ എന്തായി? ഈ പറയുന്നവരൊക്കെ തനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടില്ല അദ്ദേഹം സംരക്ഷിക്കുന്നത്. ഉണ്ണിത്താന് മനസ്സിലാവുന്നുണ്ടോ? തലമറന്ന് എണ്ണ തേക്കരുത്. തേച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരുമെന്നും ജയന്ത് ദിനേശ് ഫേസ്ബുക്കിലൂടെ കുറിച്ചു. K സുധാകരൻ വാക്കുമാറ്റി പറയുന്ന ആളാണെന്നും അതിനാലാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മാറ്റിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസായി കാണാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി.